അങ്ങനെ കാത്തിരുന്ന വീണ്ടും ഒരു അവധിക്കാലം. സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു. വേഗം റെഡിയായി 11 മണിക്ക് എനിക്ക് സാറ്റലൈറ്റിനാണ് ബസ്. അപ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. പിന്നെ എൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള പെപ്പർ സ്പ്രേ സേട്ടുൻ്റെ ഫ്രണ്ട് തന്നതാണ് എനിക്കത്. അതിനുശേഷം ഞാനെൻ്റെ രാത്രി എങ്ങോട്ട് പോകുമ്പോഴും അത് കയ്യിൽ കരുതാറുണ്ട്. അപ്പോൾ അതേപോലെ ഭാര ബ്ലോക്കായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ടാവാം. എന്തായാലും സ്റ്റാൻഡിലേക്ക് ഒരു അരമണിക്കൂർ ലേറ്റായിട്ട് എത്തി. എന്നാലും എനിക്ക് 1 അവർ അവിടെ പോസ്റ്റ് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായി. സ്റ്റാൻഡിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇതുവരെ കാണാത്തത്ര തിരക്ക്. ഓണായതുകൊണ്ടോ അല്ല എന്താണെന്നറിയില്ല, മലയാളികൾ മൊത്തം ഇളകി വന്നിരിക്കുകയായിരുന്നു. നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു സ്റ്റാൻഡിൽ. എന്തായാലും ബസ് 11 മണിക്ക് വന്നു. അതിൽ കയറി എൻ്റെ ലൈറ്റ് ഡിന്നറൊക്കെ കഴിച്ച് ഏകദേശം 5:30 ആയപ്പോഴേക്കും ഞാൻ നിലമ്പൂർ സ്റ്റാൻഡിലെത്തി. നിലമ്പൂർ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞൊരു പകുതി ആശ്വാസമാണ്. പിന്നെ കല്യാണ ശേഷമുള്ള എൻ്റെ മെയിൻ സാരഥിത ഈ മുതലാണ്. പിന്നെ ഇത് നമ്മുടെ ദൊഡ സാരഥി. ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറുതായൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ധൃതിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മലയാളം വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അമ്മയും അമ്മമ്മയും എല്ലാവരും ഹാപ്പിയാണ്. ഇന്ന് ഉത്രാടം എല്ലാവരും ഇവിടെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ തലേ ദിവസത്തെ ഉറക്കം